ശ്രീ അജിത് കൃഷ്ണ, ഈ സമരം ഈ സമരം സർക്കാരിനെ അട്ടിമറിക്കാനുള്ളതാണോ? സാധാരണ നിലയിൽ സമരം ചെയ്യുന്ന ആളുകൾക്ക് നേരെ പോലീസ് പ്രയോഗിക്കുന്ന ബലപ്രയോഗമേ ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ BJP അവകാശപ്പെടുന്നത്. താങ്കളുടെ നേരിട്ടുള്ള അനുഭവം എന്താണ് അജിത് കൃഷ്ണ? അതായത് ഡൽഹിയിൽ ഞങ്ങൾ സമരത്തിന് പങ്കെടുക്കുമ്പോൾ അവിടെ ഈ പറയുന്ന തരത്തില് പോലീസുകാരൊക്കെ നമ്മൾ കയറി പോകുമ്പോ എല്ലാം ചെക്ക് ചെയ്ത് പരിശോധിച്ചൊക്കെയാണ് കയറ്റി വിടുന്നത്. ഇത് ഞങ്ങളുടെ കയ്യിൽ മറ്റേ മാരകായുധങ്ങളോ കുന്തങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല. പക്ഷെ ഇത് ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്നിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ അക്രമത്തിലേക്ക് പോയി എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ശരിക്കും അവിടെ അക്രമം നടത്താനോ അക്രമത്തിന്റെ ഭാഗമാവാനോ CJP തയ്യാറായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല. പക്ഷേ ഇത്ര ദിവസത്തിന് ശേഷം ഞങ്ങളുടെ നേരെയാണ് ആദ്യം അക്രമം ഉണ്ടായത്. ഇപ്പോ അവിടെ 12 വയസ്സ് മുതൽ, അത് 6 വയസ്സ് മുതൽ 12 വയസ്സിലുള്ള കുട്ടികൾ ഒരുപാട് അവിടെ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഈ കുട്ടികൾക്ക് നേരെയും അവിടെ പങ്കെടുത്ത സ്ത്രീകൾക്ക് നേരെയും അവിടെ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് നേരെയും ഇവര് ഗ്രനേഡ് ഉപയോഗിക്കുക, അതായത് കാലാവധി കഴിഞ്ഞ ഗ്രനേഡ് ഉപയോഗിക്കുക. അതിനുശേഷം ലാത്തി കൊണ്ടടിക്കുമ്പോൾ ലാത്തിയിൽ ആണി വെക്കുക, മെയിനായിട്ട് ലാത്തിയിൽ ആണി വെച്ചടിക്കുക. ഇന്നലെ ഒരു 19 വയസ്സുള്ള ഒരു പയ്യന് പെല്ലറ്റ് ഷൂട്ടൗട്ടില് കണ്ണിന് വരെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ രാജ്യത്ത് അബ്ദുൽ കലാം പോലുള്ള ആൾക്കാര് വിദ്യാർത്ഥികളാണ് നാടിന്റെ ഭാവി എന്ന് മുന്നോട്ട് വെച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് മാറി എനിക്ക് മനസ്സിലായത്, ഞാൻ ഒരു ഗവൺമെന്റിനെ ഒരു പാർട്ടീനെ കുറ്റം പറയുന്നല്ല, പക്ഷെ കുറച്ചൊരു 10-12 വർഷത്തോളമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഒരു പരിഗണനയും കൊടുക്കാത്ത ഒരു തരത്തിലുള്ള ഗവൺമെന്റ് ആണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നീറ്റ് എക്സാമിന്റെ ഭാഗമായിട്ട് 30-20ഓളം വരുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ CBSE ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ തുടക്കത്തിൽ ഈ സമരം വളരെ സമാധാനമായിട്ട് പോകും. നമ്മളോട് ഇതൊരു പുച്ഛമായിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു മൂവ്മെന്റിനോട് ഇവിടെയുള്ള സിസ്റ്റത്തിന്, അതായത് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് സിസ്റ്റത്തിന് വളരെ പുച്ഛമായിരുന്നു. ആ പുച്ഛം എന്തുകൊണ്ട് ഇന്ന് ചർച്ച വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന് കാരണം ഇത്രയും സപ്പോർട്ട് ഈ പാർട്ടിക്ക് വന്നുകൊണ്ടാണ്. ഇപ്പോ BJPയുടെ ആള് പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ഇതിനു മുമ്പ് കോൺഗ്രസ്, അതായത് ഇതിനു മുമ്പുണ്ടായ ഗവൺമെന്റ് ഭരിച്ചിരുന്ന സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്രയും വലിയ ചർച്ചയായില്ല, BJPക്കെതിരെ വരുന്നു, നരേന്ദ്രമോദിക്കെതിരെ വരുന്നു. ഇതൊരിക്കലും BJPക്കെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ ഉള്ള ഒരു സമരമല്ല. ഈ സമരം ഈ സിസ്റ്റത്തിനെതിരെയാണ്. അതായത് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സിസ്റ്റം, അതായത് ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ സിസ്റ്റത്തിനെതിരെയാണ് CJP സമരം മുന്നോട്ട് വയ്ക്കുന്നത്.